ആവേശത്തിലെ എടാ മോനെ ഡയലോഗുമായി സിനിമാ താരം ഫഹദ് ഫാസിലിനോട് സംവദിച്ച് നെല്ലിക്കുഴി പീസ് വാലിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ. ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനത്തിനായാണ് അദ്ദേഹം പീസ് വാലിയിലെത്തിയത്. പീസ് വാലിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം തന്റെ രോഗാവസ്ഥ കൂടി വെളിപ്പെടുത്തിയാണ് മടങ്ങിയത്. നെല്ലിക്കുഴി പീസ് വാലിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായാണ് ചിൽഡ്രൻസ് വില്ലേജ് സ്ഥാപിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ ലൈഫ് സ്കൂൾ, ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള അമ്മത്തൊട്ടിൽ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനം പ്രാർത്ഥന ഫൗണ്ടേഷൻ ചെയർമാൻ CK പത്മകുമാറും സിനിമാ താരം ഫഹദ് ഫാസിലും ചേർന്ന് നിർവഹിച്ചു. പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുരളി തുമ്മാരുകുടി, AK ശാരിക, MA മുഹമ്മദ്, ധന്യ രവി, KM യൂസഫ്, രാജീവ് പള്ളുരുത്തി, ഡോക്ടർ സാമ്പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആവേശത്തിലെ എട മോനെ ഡയലോഗുമായാണ് കുട്ടികൾ ഫഹദ് ഫാസിലിനെ വരവേറ്റത്. പീസ് വാലിയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞു. തന്റെ രോഗാവസ്ഥ കൂടി വെളിപ്പെടുത്തുവാനും അദ്ദേഹം തയ്യാറായി. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്താൽ ഈസി ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നോസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നോസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറേ മുഖങ്ങളുണ്ട്, ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മുഖങ്ങൾ. എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സോ താങ്ക് യു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്ക് ഇനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു. Once again, thank you for everything. Thank you for giving such a beautiful day to my life. And I hope this is the first day of the rest of my life. KCV News, നെല്ലിക്കുഴി.